അപ്പോൾ ഗൈസ് നമ്മൾ നിൽക്കുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തങ്ങൾപ്പാറയിലാണ്. നമ്മൾ വാഗമൺ വന്നതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 6 മാസം പ്രായമുള്ള നമ്മളെ കൊച്ചുണ്ട് കയ്യിൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പത്തിലേ തന്നെ നമ്മളെയൊന്നും കൊണ്ടുപോകാനായിട്ട് ആരും ഇല്ലായിരുന്നു. നമ്മളിതൊന്നും കണ്ടിട്ടില്ല ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ. നമ്മൾ വളർന്ന് വലുതായപ്പോഴാണ്, തനിയെ വന്നപ്പോഴാണ് ഇതൊക്കെ കാണാൻ തുടങ്ങിയത്. പക്ഷേ ഇവനെ നമ്മൾ ചെറുപ്പം തൊട്ടേ എല്ലാം കാണിക്കും. കണ്ട കാണിച്ചപ്പാടെ പാല് വെച്ചോണം. അപ്പം ഇങ്ങനെ വീട്ടിലൊന്നും അടങ്ങി ഒതുങ്ങിയിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ദുവാടെ എക്സ്പീരിയൻസ് ഒന്ന് ചോദിച്ചിട്ട് ഞാൻ ബാക്കി പറയാം. ദുവാടെ എക്സ്പീരിയൻസ് എന്ന് പറയാൻ നേരത്തെ എങ്ങനെയുണ്ട്? മലയൊക്കെ കണ്ടിട്ട് എങ്ങനെയുണ്ട്? ദുവ ആദ്യമായിട്ടാണ് ബോധത്തോടെ ഇങ്ങനെ കാണുന്നത്. നമ്മൾ പല സ്ഥലങ്ങളിലും വന്നിട്ടുണ്ടെങ്കിലും ദുവ കിടന്ന് ഉറക്കമായിരിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ ഛർദ്ദിച്ച് ആയിരിക്കും. ഇപ്പം നമ്മൾ ഓണാക്കി എടുത്ത് ഈ മഞ്ഞും കോടയൊക്കെ കണ്ടപ്പോൾ ദുവ ഓണായി. ഇവിടെ ഒരാൾ പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഉള്ള എനർജിയൊക്കെ പോയിട്ട്. അപ്പം നമുക്ക് ബാക്കി മേളിലോട്ട് കയറാനുണ്ട്. മേളിലോട്ട് നോക്കിയാൽ മുട്ടൻ കോടയാണ്. നമുക്ക് ആ കോട അടിച്ചിരിക്കുന്ന ആ സ്ഥലത്തോട്ടാണ് പോകേണ്ടത്. നമ്മൾ വന്നത് എവിടെ നിന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങറ്റത്ത് കാറ് കിടക്കുന്നുണ്ട്, ആ സ്ഥലത്തു നിന്നാണ് നമ്മൾ വന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാമെന്നത് കാര്യം പറഞ്ഞുതരാം. പിന്നെ ജച്ചാടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലിങ്ങനെ നമ്മൾ ഇടയ്ക്ക് പുറത്തോട്ടൊക്കെ പോകും. പക്ഷേ കൊച്ചിന് ഇച്ചിരിയെങ്കിലും വലുതാണ്ട് നമ്മൾ പോയില്ല എന്നല്ല, പക്ഷേ അതൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് വെറുതെ പലരും കുറ്റം പറയാനും അങ്ങനെ ഇങ്ങനെയൊക്കെ വെറുപ്പിക്കൽ മേടിക്കുന്നത് എന്തിനാണെന്ന് ആലോചിച്ചിട്ട് നമ്മൾ ആ വീഡിയോസൊന്നും ഇതാക്കിയില്ല. പക്ഷെ പിന്നെ ഞങ്ങൾ ഓർത്ത് എന്ത് കാര്യത്തിനാണ് നമ്മളിങ്ങനെയൊക്കെ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ പണിയെടുക്കുന്നു, നമ്മൾ ജീവിക്കുന്നു, ആരുടെയും ചിലവിലൊന്നുമില്ല നമ്മൾ കഴിയുന്നത്. ഇതേ കോടാണ്ട പൊളിക്കുക. അപ്പം ഇങ്ങനെ പ്രസവമൊക്കെ കഴിഞ്ഞ് ഡെലിവറിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന ഈ ഭർത്താക്കന്മാരോടാണ് ഞാൻ പറയുന്നത്. അവർ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ഡിപ്രഷൻ സ്റ്റേജ് അങ്ങനെയുള്ള സിറ്റുവേഷനിലേക്ക് ഇരിക്കാൻ നേരത്തെ ഒരിക്കലും അവരെ വീട്ടിൽ അടച്ചു പൂട്ടിയിടരുത്. അവരെ നേരെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിലും കറങ്ങാനൊക്കെ അവരെ കൊണ്ടുപോകുക. അവരുടെ ആ ഒരു മാനസിക നില മാറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തോട്ടൊക്കെ വരുമ്പോഴല്ലേ അവർക്ക് ഹാപ്പിനെസ് കിട്ടത്തുള്ളൂ. അല്ലാണ്ട് വീട്ടിൽ അടച്ചൊതുക്കി ഇരുത്തി കഴിഞ്ഞാൽ ഒരിക്കലും അവരുടെ അങ്ങനത്തെ സ്റ്റേജൊന്നും മാറത്തില്ല. അപ്പം ഡെലിവറി കഴിഞ്ഞൊരു 1-2 വർഷമൊക്കെ അല്ലേ, 1-2 വർഷം വരെയൊക്കെ അവരുടെ മൈൻഡ് സെറ്റ് വേറൊരു മൂഡായിരിക്കും. ചിലപ്പം ദേഷ്യപ്പെടും, ചിലപ്പം അങ്ങനെ ഭയങ്കര ഡിപ്രഷൻ സ്റ്റേജിലോട്ടൊക്കെ പോകും. പക്ഷേ എൻ്റെ കൂടെ ആയതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ആകത്തില്ല. കാരണം ഞാൻ ഹാപ്പി ആക്കി വെച്ചിരിക്കും എൻ്റെ പൊണ്ടാട്ടിനെ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സിറ്റുവേഷൻ അവൾക്ക് വരത്തില്ല എന്ന് എനിക്കറിയാം. ഞാൻ ഫുൾ ടൈം അവളായിട്ട് പുറത്താണ്. പിന്നെ എല്ലാവരോടും ഈ വീഡിയോ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും പോകാത്ത ചങ്കുകൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയുള്ള ഭാര്യമാരൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഭർത്താക്കന്മാരെ കാണിച്ചു കൊടുത്തിട്ട് പറയുക, അവർ കണ്ട അടിച്ച് പൊളിക്കുന്നു, ഇതെങ്കിലും കണ്ട് നിങ്ങൾക്ക് ഹാപ്പി ആക്കാൻ പറ്റും. നിങ്ങൾ നമ്മളെ വീഡിയോ എങ്കിലും കണ്ട് കൊച്ചുമായിട്ടാണ് തീർച്ചയായിട്ടും വരേണ്ടത്. അതൊരു കാരണം മാത്രമാണ്. നമുക്ക് പോകാൻ പറ്റുമെങ്കിൽ എവിടെ വേണമെങ്കിലും പോകാം. ഒരിക്കലും അതിന് കൊച്ചൊരു തടസ്സമൊന്നുമല്ല. കണ്ട ഇങ്ങനത്തെയൊക്കെ ഒരു പൊളി വേറെ വൈബാണ്, അടിച്ചു പൊളിക്കുക, അത്രേ ഉള്ളൂ. ഞാൻ എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷെ ഇവിടുത്തെ ഈ ക്ലൈമറ്റും അന്തരീക്ഷമൊക്കെ കണ്ടിട്ട് എനിക്ക് ലയം പിടിക്കട്ടെ. ഞാൻ കുറച്ച് എന്നിട്ട് വരാം. അപ്പം നമ്മളെ വീഡിയോക്കകത്തല്ല, ഇത് ഞാൻ സെപ്പറേറ്റ് ഇടാൻ വേണ്ടി എടുത്തതാണ്. വീഡിയോക്കകത്ത് വേറെയൊക്കെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താം. ബൈ.